നമസ്കാരം. ശാസ്ത്രീയ പരിപാലന മുറകൾ പാലിക്കുകയും ഓരോ നാലില വരുമ്പോഴും സന്തുലിതമായ വളപ്രയോഗം നടത്തുകയും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വിള ഇൻഷുർ ചെയ്യുകയും കുല വരുമ്പോൾ വാഴയ്ക്ക് അത്യാവശ്യം താങ്ങ് കൊടുക്കുകയും കുറച്ചൊക്കെ കുടുംബാധ്വാനം ഉപയോഗിക്കുകയും ചെയ്താൽ ഒരു വാഴയ്ക്ക് 170 മുതൽ 180 രൂപ ചിലവ് വന്നേക്കാം. 4% പലിശയ്ക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രയോജനപ്പെടുത്തുകയും ആകാം. വിളവെടുക്കുമ്പോൾ 10 മുതൽ 12 കിലോ ഉറപ്പാണ്. കിലോയ്ക്ക് 56 മുതൽ 60 രൂപ കൂട്ടിയാൽ തന്നെ 500 മുതൽ 600 രൂപ ഒരു വാഴയിൽ നിന്ന് കിട്ടും. കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ 1:3. സ്വന്തം അധ്വാനം കൂടുതൽ പ്രയോജനപ്പെടുത്താമെങ്കിൽ ചിലവ് 120 മുതൽ 130 രൂപയിൽ ചിലവൊതുക്കാം. നേന്ത്രവാഴ കൃഷിക്ക് നല്ല തുറസായ സ്ഥലം നിർബന്ധമാണ്. വെള്ളക്കെട്ട് ഒരു കാരണവശാലും ഉണ്ടാകരുത്. 2 മീറ്റർ അകലം വാഴകൾ തമ്മിൽ കൊടുത്തില്ലെങ്കിൽ ഇലപ്പുള്ളി രോഗം ഗുരുതരമാകും. കന്ന് നന്നായി വൃത്തിയാക്കി തിളച്ച വെള്ളത്തിൽ 20 സെക്കൻഡ് മുക്കി പച്ച ചാണകക്കുഴമ്പിൽ മുക്കി വെയിലത്തുണക്കി നടണം. അടിസ്ഥാന വളമായി 10 കിലോ അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, 1/4 കിലോ വീതം എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ കന്നിന് ചുറ്റുമായി മണ്ണുമായി ചേർത്ത് കരിയിലകൾ കൊണ്ട് പുതയിടണം. ഓരോ വളപ്രയോഗത്തിനും 10 ദിവസം മുൻപ് 100 ഗ്രാം കുമ്മായം വാഴയ്ക്ക് ചുറ്റുമായി അകലത്തിൽ വിതറി മണ്ണിലെ പുളിപ്പിനെ മെരുക്കണം. 2-ാം മാസത്തിലും 4-ാം മാസത്തിലും സൂക്ഷ്മ മൂലക മിശ്രിതം കൊടുക്കണം. ഓരോ 30 ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ 4 ഇല വരുമ്പോഴും ഒരു വളപ്രയോഗം വേണം. അങ്ങനെ കുലയ്ക്കുന്നതിന് മുമ്പ് 5 തവണയും കുല വന്ന് അവസാന പടല വിരിയുമ്പോൾ കൂമ്പൊടിച്ച് അവസാന വളവും കൊടുത്ത് മണ്ണടുപ്പിച്ചാൽ പിന്നെ വായുദേവനെ പ്രാർത്ഥിച്ച് പിണ്ടിപ്പുഴു വരാതെ തോട്ടം കണ്ണാടി മിനുസത്തിൽ സൂക്ഷിച്ചാൽ ഒരുത്തനെയും പേടിക്കേണ്ട, മിന്നിക്കും. ഇതൊക്കെ ഇത്ര കൃത്യമായി ചെയ്യണമെങ്കിൽ ആസൂത്രണം വേണം, ആക്ഷൻ പ്ലാൻ വേണം, കണക്ക് പുസ്തകവും വേണം. മെടുക്കുണ്ടെങ്കിൽ ഇടവിള ചെയ്തും ഇടവരുമാനം നേടാം. വള്ളിപ്പയർ ആദായ ഇടവിള. ഒടുവിൽ വിളവെല്ലാം എടുത്തു കഴിഞ്ഞ് വളമായി വാഴച്ചുവട്ടിൽ അടുപ്പിക്കുകയും ചെയ്യാം. നനച്ച് വളർത്തുന്ന നേന്ത്രവാഴ കൃഷിയിലെ വളപ്രയോഗത്തിൻ്റെ കൂടുതൽ കുറവ് ഇവ കൊണ്ടുണ്ടാകുന്ന ഒരു പിടി പ്രശ്നങ്ങളുണ്ട്. അതായത് ഉണ്ടാകാതെയും ഉണ്ടായാൽ കൃത്യമായി പരിഹരിച്ചും പോകാൻ ഒരു കർഷകന് കഴിയണം. അതിന് അറിവ് നേടണം. കൃഷി വകുപ്പിൻ്റെ കേരള കർഷകൻ വായിക്കണം. എന്തൊക്കെയാണ് നേന്ത്രവാഴയിൽ വളപ്രയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ? കുട്ടികളിൽ ഭക്ഷണക്കുറവ് മൂലമുള്ള അവസ്ഥയെ മാൽ ന്യൂട്രീഷൻ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ കുട്ടികളിൽ ഭക്ഷണം കൂടുതലുള്ള മാൾ ന്യൂട്രീഷനാണ് കൂടുതൽ. അതായത് രമണ കണ്ട മാളിലൊക്കെ കയറി പിസയും ബർഗറും ഷവായും അൽഫാമും ഒക്കെ അടിച്ച് വീക്കി ഗുണ്ടപ്പനായിരിക്കുന്ന അവസ്ഥ. ഇതുപോലെ വാഴയിലും വരാം. വളം കുറഞ്ഞുള്ള പ്രശ്നങ്ങൾ, അമിതമാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ. കുറവുണ്ടെങ്കിൽ പിന്നെ വേഗം അറിയാം. മഞ്ഞളുപ്പ്, ഇലകൾ വരാൻ താമസം, ചുരുൾ നിവരാൻ വൈമനസ്യം, വിരിവ് കുറവ്, ഓണത്തിന് കുല വെട്ടേണ്ടത് പിന്നെ മണ്ഡല കാലത്തായിരിക്കും വെട്ടുക. പല വളവിരോധികളുടെയും തോട്ടത്തിൻ്റെ അവസ്ഥ ഇതായിരിക്കും.